തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഉപകരണം കാണാതായിട്ടില്ലെന്നും അത് മാറ്റിവെച്ചതാണെന്നും ഡോക്ടർ ഹാരിസ് ചിറക്കൽ. പരിചിതമല്ലാത്തതുകൊണ്ട് മാത്രമാണ് മാറ്റിവെച്ചിരിക്കുന്നത്. ഉപകരണങ്ങൾ അസ്വാഭാവികമായി കേടായിട്ടില്ല. കാരണം കാണിക്കൽ നോട്ടീസിന് തിങ്കളാഴ്ച മറുപടി നൽകും. ഏത് അന്വേഷണത്തെയും സ്വാഗതം ചെയ്യുന്നുവെന്നും ഹാരിസ് ചിറക്കൽ പറഞ്ഞു. ഉപകരണം കാണാതായതും കേടുവരുത്തിയതും അടക്കമുള്ള കാര്യങ്ങൾ GMEയുടെ നേതൃത്വത്തിൽ അന്വേഷിക്കാൻ തീരുമാനമായിരുന്നു. തിങ്കളാഴ്ച മുതലേ ഞാൻ ഡിപ്പാർട്ട്മെൻറ്റിൽ പോകത്തുള്ളൂ. അപ്പോൾ അതുപോലെ അന്ന് എൻ്റെ അന്വേഷണം എന്താണെന്നുള്ളത് തിങ്കളാഴ്ച മുതലുള്ള എൻ്റെ ഡീറ്റെയിൽസ് പറയാം. അവർ തിങ്കളാഴ്ച മുതൽ അന്വേഷിച്ചോട്ടെ. തിങ്കളാഴ്ച എനിക്ക് അവധി എടുക്കാൻ പറ്റും. ഇന്ന് നാളെ അവധിയില്ല. തിങ്കളാഴ്ച മുതൽ താങ്കൾ സഹകരിക്കും. അവരതിനെപ്പറ്റി എങ്ങനെ അന്വേഷിച്ചു എന്ന് എനിക്കറിയില്ല. അവർ കാരണം ഇത് ഓപ്പറേഷൻ തിയേറ്ററിനകത്തുള്ള സാധനം. ഇത് മോഴ്സിലേറ്റർ എന്ന് മാത്രമല്ല, മോഴ്സിലേറ്റർ എന്നാണ് എന്നെ പറയുന്നത്. മോഴ്സിലേറ്റർ അതിനാണ് ആവശ്യം. മോഴ്സിലേറ്ററിൻ്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് മോഴ്സിലോസ്കോപ്പ് എന്ന് പറയുന്നത്. അത് ഈ പറഞ്ഞതുപോലെ അത് ഇപ്പോൾ തൽക്കാലം അത് ഉപയോഗിക്കുന്നില്ല എന്നുള്ളത് ഔട്ട്ഡേറ്റഡ് ആണെന്നല്ല, അത് അതിനെപ്പറ്റി പരിചയമുള്ള ഡോക്ടർമാർ ഇപ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിലില്ല. പിന്നെ അതുകൊണ്ട് തന്നെ പിന്നീട് നമുക്ക് ആ ഉപകരണം വെച്ച് ചെയ്യാനുള്ള ക്വാളിഫിക്കേഷനോ അതിൻ്റേതായിട്ടുള്ള പരിചയം ഇല്ലാത്തത് കൊണ്ട് അത് ഉപയോഗിക്കാറില്ല. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് മോസിലോസ്കോപ്പ് കാണാതായതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണമാണ് ഇപ്പോൾ വകുപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. വകുപ്പ് തലത്തിൽ അന്വേഷണം ഉണ്ടാവും. DME ഈ വിഷയത്തിൽ അന്വേഷണം നടത്തും. അതിനുശേഷം പോലീസിലേക്ക് കൈമാറുമെന്നൊക്കെ നേരത്തെ മന്ത്രി പ്രതികരിച്ചിരുന്നു. ഏത് തരത്തിലായിരിക്കും അന്വേഷണം എന്നുള്ള കാര്യങ്ങൾ അറിയണം. അതിനോട് എങ്ങനെയാണ് ഡോക്ടർ ഹാരിസ് സഹകരിക്കുന്നത് എന്നുള്ള കാര്യത്തിനെ കുറിച്ചാണ് അദ്ദേഹം ഇപ്പോൾ പ്രതികരിച്ചത്. 2 ദിവസം അവധിയാണ്. തിങ്കളാഴ്ച വേണമെങ്കിൽ അവധി എടുക്കാമല്ലോ എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹത്തിന് ഈ വിഷയത്തിലുള്ള എതിർപ്പ് കൂടി, ഇല്ലെങ്കിൽ സർക്കാരിന്റെ നീക്കത്തിലുള്ള അതൃപ്തി കൂടിയാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് വ്യക്തമാവുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ ഒരു മോശം ആരോപണം എന്നുള്ള തരത്തിലേക്കാണ് മന്ത്രിയുടെ വാക്കുകൾ പോയത്. പക്ഷേ 2 വർഷം മുമ്പുള്ള കാര്യമാണ്. 1 വർഷം പോലും ആയിട്ടില്ല ഡോക്ടർ ഹാരിസ് വകുപ്പിന്റെ ചുമതല ഏറ്റെടുത്തിട്ട്. സ്വാഭാവികമായിട്ടും അത് അദ്ദേഹത്തെ ബാധിക്കുന്ന കാര്യമാണോ എന്നൊക്കെയുള്ളത് അറിയേണ്ടതുണ്ട്. ഷിജോ കുര്യൻ ചേരുന്നുണ്ട്. ഷിജോ, അന്വേഷണത്തോട് എങ്ങനെ പ്രതികരിക്കുമെന്നാണ് ഡോക്ടർ ഹാരിസ് പറയുന്നത്? ഒപ്പം തന്നെ വകുപ്പ് തലത്തിൽ ഏത് രീതിയിലായിരിക്കും ആ അന്വേഷണം നടക്കുക? അതിനുശേഷം പോലീസിലേക്കായിരിക്കുമോ? ഇനി അന്വേഷണവുമായിട്ട് പൂർണ്ണമായിട്ട് സഹകരിക്കും എന്നുള്ള നിലപാട് തന്നെയാണ് ഡോക്ടർ ഹാരിസ് ചിറക്കൽ പങ്കുവെക്കുന്നത്. പക്ഷേ അപ്പോഴും ഇങ്ങനൊരു പരാമർശം മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായതിനകത്ത് ഡോക്ടർക്ക് അതൃപ്തിയുണ്ട്. കാരണം അദ്ദേഹം അത് തുറന്നു പറയുന്നില്ല എങ്കിൽ പോലും ഇങ്ങനെ ഒരു ഉപകരണം കാണാതെ പോയത്, യൂറോളജി വകുപ്പിൽ നിന്ന് ഇങ്ങനൊരു ഉപകരണം കാണാതെ പോയി എന്ന് മന്ത്രി പറഞ്ഞ കാര്യത്തിലടക്കം ഡോക്ടർക്ക് വ്യക്തിപരമായിട്ട് ചില ബുദ്ധിമുട്ടും പ്രയാസവും ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ അപ്പോഴും അത് അദ്ദേഹം തുറന്നു പറയാനോ തുറന്നു പ്രകടിപ്പിക്കാനോ അദ്ദേഹം തയ്യാറാകുന്നില്ല. പക്ഷേ ചില വാക്കുകളിലൂടെ അദ്ദേഹം തൻ്റെ അതൃപ്തി പറയാതെ പറയുകയും ചെയ്യുന്നുണ്ട്. ഏത് അന്വേഷണവും വന്നോട്ടെ, അതിനോട് പൂർണ്ണമായിട്ട് സഹകരിക്കും. ഇന്നും നാളെയും താൻ അവധിയാണ്. തിങ്കളാഴ്ച ഹോസ്പിറ്റലിലേക്ക് പോകും. വേണമെങ്കിൽ തിങ്കളാഴ്ചയും അവധി എടുക്കാമല്ലോ എന്നുള്ള ചില പരാമർശങ്ങൾ കൂടി അദ്ദേഹം നടത്തുന്നുണ്ട്. എന്തായാലും അന്വേഷണവുമായിട്ട് സഹകരിക്കുന്നു എന്ന് അദ്ദേഹം തീർച്ചയായിട്ടും പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇനിയിപ്പോൾ ഇന്നും നാളെയും അവധി ആയതുകൊണ്ട് അന്വേഷണം ഏത് രീതിയിലായിരിക്കും പോവുക എന്നുള്ളത് അറിയില്ല. അന്വേഷണം ഇന്ന് തുടങ്ങിയാൽ തന്നെ ഞാൻ തിങ്കളാഴ്ചയെ ആശുപത്രിയിലേക്ക് പോവുകയുള്ളൂ, അന്ന് അവിടെ വന്ന് ബാക്കിയുള്ള കാര്യങ്ങൾ അന്വേഷിച്ചോട്ടെ എന്നുള്ള നിലപാടിലാണ് ഡോക്ടർ ഹാരിസ് ചിറക്കൽ ഇന്നിപ്പോൾ നിലനിൽക്കുന്നത്. അതേസമയം അവിടുന്ന് ഒരു ഉപകരണവും കാണാതെ പോയിട്ടില്ല. മോസിലോസ്കോപ്പ് എന്ന് പറയുന്ന ശശി തരൂർ MP വാങ്ങി നൽകിയ ഉപകരണം കാണാതെ പോയി എന്നുള്ളതായിരുന്നു മന്ത്രി വീണ ജോർജ് ഇന്നലെ തൃശ്ശൂരിൽ മാധ്യമങ്ങളോട് പറഞ്ഞത്. എന്നാൽ അങ്ങനെ ഒരു ഉപകരണവും ആശുപത്രിയിൽ നിന്ന് കാണാതെ പോയിട്ടില്ല എന്നുള്ള നിലപാടിലാണ് ഡോക്ടർ ഹാരിസ് ചിറക്കൽ ഇന്നുമുള്ളത്. അദ്ദേഹം പറയുന്നത് ഈ ഉപകരണം ഉപയോഗിക്കാൻ അറിയാവുന്ന ഡോക്ടർമാർ അവിടെയില്ല. അവിടെയുള്ള ജീവനക്കാർക്ക് ഇത് ഉപയോഗിക്കുന്നതിന് പരിചിതക്കുറവുണ്ട്. അങ്ങനെ ഇത് പരിചിതമല്ലാത്തത് കൊണ്ടാണ് ആ ഉപകരണം അവിടുന്ന് മാറ്റി വെച്ചിരിക്കുന്നത്. ഇന്നലത്തെ മന്ത്രിയുടെ പ്രതികരണത്തിൽ നിന്ന് ഒരു വിവാദത്തിന് തുടക്കമാവുന്നു. ഇന്നിപ്പോൾ ഡോക്ടർ ഹാരിസ് പറയുന്നു ആ ഉപകരണം കൈകാര്യം ചെയ്യാൻ ഡോക്ടർമാർക്ക് അറിയില്ല എന്ന്. അത് രണ്ടാമത്തെ വിവാദമായി വരില്ലേ? ആ രീതിയിൽ ട്രെയിനിങ് നൽകുന്നില്ല, അല്ലെങ്കിൽ ആരോഗ്യ പ്രവർത്തകർ അത്തരം ഉപകരണങ്ങൾ ഉപയോഗിക്കാൻ സജ്ജരല്ല എന്നതുകൂടി വ്യക്തമാവുന്നതല്ലേ അദ്ദേഹത്തിന്റെ ആരോപണം? സ്വാഭാവികമായിട്ടും അങ്ങനെ തന്നെയാണ് പൊതുസമൂഹം അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അതായത് ഈ പറയുന്ന ഉപകരണം ഉപയോഗിക്കാൻ എന്തുകൊണ്ട് അവിടെയുള്ള ഡോക്ടർമാർക്കും മറ്റ് ജീവനക്കാർക്കും അറിയില്ല. അതിൻ്റെ സാങ്കേതികത്വവും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളുമൊക്കെ വിശദീകരിക്കേണ്ടത് ആരോഗ്യവകുപ്പാണ്. കാരണം ഒരു ആശുപത്രിയിൽ അല്ലെങ്കിൽ ഒരു വകുപ്പിൽ ഉപയോഗിക്കേണ്ട ഒരു പ്രത്യേക, ഇപ്പോൾ യൂറോളജി വകുപ്പിൽ ഉപയോഗിക്കേണ്ട മോസിലോസ്കോപ്പ് അടക്കമുള്ള മറ്റ് പല ഉപകരണങ്ങളുമുണ്ട്. ഇത് എത്ര ഡോക്ടർമാർക്ക് ഫലപ്രദമായിട്ട് ഉപയോഗിക്കാൻ അറിയാം എന്നുള്ള കാര്യം പോലും ഒരു സർക്കാർ ആശുപത്രിയിൽ അത് കൃത്യമായിട്ട് വിലയിരുത്തപ്പെടേണ്ടതാണ്. കാരണം ആ വകുപ്പ് മേധാവിക്ക് താഴെയുള്ള മറ്റ് ജൂനിയർ ഡോക്ടർമാർ അവർക്ക് ഇതൊക്കെ
എന്തൊക്കെ അറിയാമോ എന്നുള്ള കാര്യങ്ങൾ സൂപ്രണ്ട് അടക്കം അക്കാര്യങ്ങൾ കൃത്യമായിട്ട് ഒരു കാര്യങ്ങൾ കണ്ടെത്തി അത് പരിശോധിക്കേണ്ടതാണ്. അപ്പോൾ ആരോഗ്യവകുപ്പ് ഇവർക്ക് ഇത് ഉപയോഗിക്കാനുള്ള കൃത്യമായിട്ടുള്ള പരിശീലനം കൊടുക്കുന്നില്ലേ എന്നുള്ള ചോദ്യങ്ങൾ കൂടി ഇപ്പോൾ ഡോക്ടറിന്റെ ഇത്തരം ഒരു പരാമർശത്തിലൂടെ ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ അതടക്കമുള്ള കാര്യങ്ങളിൽ ആരോഗ്യവകുപ്പ് ഇനി എന്ത് മറുപടി പറയുമെന്നുള്ളതാണ് അറിയേണ്ടത്. ഇന്നലെ മന്ത്രി വീണ ജോർജ് പറഞ്ഞതുപോലെ ഈ ഉപകരണം കാണാതെ പോയി എന്ന് മന്ത്രി പറഞ്ഞതാണ് ഡോക്ടർ ഹാരിസ് ചിറക്കലിനെ ഒരു സംശയം മുനയിലേക്ക് കൊണ്ടുവന്നത്. അപ്പോൾ എന്തായാലും ഇത് 2 വർഷം മുമ്പ് കാണാതെ പോയി എന്നുള്ളതാണ് പിന്നീട് പുറത്തു വന്ന വിവരം. ഡോക്ടർ ഹാരിസ് ചിറക്കൽ 1 വർഷമേ ആകുന്നുള്ളൂ അവിടുത്തെ വകുപ്പ് മേധാവി ആയിട്ട്. എന്തായാലും ഇനി ഇതിനകത്ത് അന്വേഷണം നടക്കും. DME തലത്തിലായിരിക്കും അന്വേഷണം നടത്തുക. ഇന്നു മുതൽ തന്നെ അന്വേഷണം തുടങ്ങുമെന്നുള്ള വിവരമാണ് DME തലത്തിൽ നമുക്ക് ലഭ്യമാകുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ അതാണ് അതിൽ കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട്. നേരത്തെ ഉണ്ടായിരുന്ന വിദഗ്ധ സമിതിയുടെ അന്വേഷണത്തിലാണോ പാളിച്ചു പറ്റിയത്? കാരണം ഡോക്ടർ ഹാരിസ് ഇന്നലെ പറഞ്ഞിരുന്നു നേരത്തെ അത്തരത്തിലൊരു കള്ളപ്പരാതി ഉണ്ടായിരുന്നു, അത് കള്ളപ്പരാതിയാണെന്ന് തെളിഞ്ഞതാണ്. അത് ഒരു ഡോക്ടർ, ഒരു സീനിയർ ഡോക്ടർ ജൂനിയർ ഡോക്ടറോട് കാണിച്ച ഒരു ഉദ്ദേശത്തിന്റെ ഭാഗമായിട്ട് സംഭവിച്ച കാര്യമാണ് ഈ 2 വർഷത്തെ മുമ്പത്തെ പരാതി എന്നുള്ളത്. അതായിരിക്കാം ഒരുപക്ഷെ വിദഗ്ധ സമിതി റിപ്പോർട്ട് ചെയ്യുള്ളത്. അത് മന്ത്രി തെറ്റിദ്ധരിച്ചതാണോ എന്നതെല്ലാം ഈ DMEയുടെ അന്വേഷണത്തിൽ തെളിയും എന്ന് പ്രതീക്ഷിക്കാം. തിരിച്ചെത്താം ഇടവേള.